ശ്രീമതി ശശികല ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, ഈ ആചാര അനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണോ, അത് ആചാര്യന്മാരല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ശ്രീ വിജി തമ്പി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഹൈന്ദവ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെ കരുതണമോ? അങ്ങനെ ഒരു ആസൂത്രിതമായ ശ്രമം ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവങ്ങളിൽ നമ്മൾ കുറച്ച് കാലങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹൈന്ദവമായ എല്ലാറ്റിനെയും നമുക്ക് കോടതിയെ കുറ്റം പറയാൻ സാധ്യമല്ല. കാരണം കോടതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡാറ്റ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇവിടെ പലപ്പോഴും മൃഗസ്നേഹികള് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് മറ്റാരുടെയോ അജണ്ട അനുസരിച്ചാണ് അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, കോടതികൾക്ക് വേണ്ട വിവരം കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വിജി തമ്പി സാറ് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ഒരു ദിവസമൊക്കെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അറക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ മുന്നിൽ പോലും അറുത്ത് കെട്ടിത്തൂക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വെച്ചുകൊണ്ട് ആരും കോടതിയിൽ ആ തരത്തിൽ പോകാത്തത് കൊണ്ട് തന്നെ ഈ മൃഗസ്നേഹികളും അവിടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊന്നും എതിരായ ഒരു കോടതി വിധി വരുന്നുമില്ല. ഇനി അതും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി വിധി പുറപ്പെടുവിക്കാൻ തക്ക ചങ്കൂറ്റം നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാകുമോ അടുത്ത കാലത്ത്, അതും നമുക്ക് പ്രശ്നമുണ്ട്. നേരെ മറിച്ച് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മൾ പുരോഗമനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ പലതും ആദ്യം മുതൽ അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ ആ ചാഞ്ഞ മരത്തിൽ ഓടിക്കേറൽ എളുപ്പമാണ് എന്നുള്ളതാണ് ഇപ്പൊ അവര് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ജന്തുബലി നിരോധനം അടക്കം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മൃഗങ്ങളെ അറുത്തു തള്ളുകയും മാംസാഹാരം കഴിക്കാത്തവരുടെ എണ്ണം പരിമിതമാവുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ പോലും ജന്തുബലി ക്ഷേത്രങ്ങളെ നിരോധിച്ചപ്പോൾ പുരോഗമനവും നവോത്ഥാനവും അല്ലേ എന്ന് കരുതി ഹൈന്ദവ സമൂഹം അതിനെ ആയിക്കോട്ടെ, കാരണം ഇനി അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന നിലയിൽ അത് വിഷമത്തോടു കൂടിയാണെങ്കിലും അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ അങ്ങനെ അംഗീകരിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ ഫലം ഉണ്ടായോ? കാരണം അറവ് ഇവിടെ നിന്നിട്ടില്ല, ജന്തുക്കൾക്ക് അതുകൊണ്ട് നീതി കിട്ടിയിട്ടില്ല, ആർക്കും നീതി കിട്ടിയിട്ടില്ല. ഹൈന്ദവ സമൂഹം എന്ന വൈവിധ്യമായ ആരാധനയുടെ ഒരു സമ്പ്രദായമാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത്. അപ്പൊ നമ്മൾ ഈ പുരോഗമനവും നവോത്ഥാനവും എന്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെല്ലാം അംഗീകരിക്കും എന്ന് അങ്ങനെ ഒരു സമൂഹമായി പോയി. അത് മുതലെടുക്കുകയാണ് ഈ മൃഗസ്നേഹികൾ. ആനയ്ക്ക് പേര് കോടതി പുറപ്പെടുവിക്കുന്ന വിധി, കാരണം അവർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോ എന്നാണ് ഒരു കോടതി വിധി ആന എഴുന്നള്ളിക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ മുന്നിൽ പാടില്ല, വാല് പിന്നിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാണ് കോടതി വിധി വരിക എന്ന് നമുക്കറിയില്ല. കാരണം അത്ര നിരുത്തരവാദപരമായാണ് കാര്യങ്ങൾ അവിടെ എത്തിക്കുന്നത്. കാരണം വടക്കനാഥന്റെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആന നിൽക്കുമ്പോൾ ആനയെ ചെരിഞ്ഞ പ്രതലത്തിൽ എഴുന്നള്ളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വടക്കനാഥന്റെ ആ മൈതാനത്തിന് എത്രത്തോളം ചെരിവുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഈ പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിലൂടെ ഓടി ഓടി നടക്കുന്ന വിഭാഗമാണ് ആന എന്ന് പറയുന്നത്. ആ ആനയെ ചെരിഞ്ഞ പ്രതലത്തിൽ എഴുന്നള്ളിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരിക്കൽ വിധി വന്നു. അപ്പൊ ഇങ്ങനെ ഇനി വളരെ കാരണം ആലോചിച്ച് നോക്കിയാൽ ശരിക്കും വിഡ്ഢിത്തമാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ അകലത്തിന്റെ ഒക്കെ കാര്യം അങ്ങനെയാണ്. ആനയെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള, ആനയെ എന്നല്ല ഒരു മൃഗത്തെയും ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ അത് സ്നേഹക്കൂടുതൽ കൊണ്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സ്നേഹക്കൂടുതൽ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കവിളിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലുള്ള ചെറിയ ഇതല്ലാതെ നമ്മൾ ഒരിക്കലും ആനയെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാവില്ല. അത് സ്നേഹക്കൂടുതൽ കൊണ്ടും കൗതുക കൂടുതൽ കൊണ്ടും ഉണ്ടാകും. അത് നമുക്കറിയാം, ഗുരുവായൂർ കേശവൻ എന്ന ആന, അത് അതിന്റെ മരണാനന്തരവും അതിന് കിട്ടുന്ന ആദരവ്, ജനസമൂഹത്തിനുള്ളിൽ അതിന് എത്രമാത്രം മനസ്സിൽ ആദരവുണ്ടെന്ന് നോക്കും. അവര് മൃഗങ്ങളെ ദ്രോഹിക്കൂ. ഓരോ മൃഗത്തിന്റെ പേരിലും ഒരു മൃഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ആചാരപരമായി സംസ്കാരം നടത്തുക. ഇത് മുതലയാണെങ്കിൽ പോലും നമ്മൾ കാസർഗോഡ് കണ്ടു മുതലയാണെങ്കിൽ പോലും ആചാരപരമായി സംസ്കാരം നടത്തുകയും അതിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് മൃഗങ്ങളെ ദ്രോഹിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ചിന്താഗതി എങ്ങനെ വരുന്നു അങ്ങനെ ഒരു ധാരണ? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ആനയുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാട്ടാന മൂലം മരിച്ചവരാണോ അതോ ഈ നാട്ടാനകളുടെ എഴുന്നള്ളിപ്പ് മൂലം ഉണ്ടായ അപകടമാണോ കൂടുതൽ? അത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ. അത് മാത്രമല്ല, ഈ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഈ ആനകളെ ഉത്സവം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായി ആനകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ കാരണം കാലമല്ലാത്ത കാലമാണ്. ഏതൊക്കെ തലത്തിലേക്കാണ് ജിഹാദികളുടെ മനസ്സ് പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത് തടയാൻ അല്ലെങ്കിൽ ഉത്സവം മുടക്കാൻ ആനകളെ പ്രകോപിപ്പിക്കത്തക്ക വിധത്തിൽ അവർക്ക് ബഹളം ഉണ്ടാകത്തക്ക വിധത്തിൽ രഹസ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാതെ ഒറ്റയടിക്ക് നമ്മൾ ഇതൊക്കെ എഴുന്നള്ളത്ത് വേണ്ട എന്നുള്ളൊരു നിരോധനം, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതൊക്കെ വളരെ രസകരമായ ഒരു ഇത് മാത്രമാണ്.
അതൊക്കെ കൂടി ചേർന്നതാണ് ഉത്സവം. മനുഷ്യന് അന്നം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ പറ്റില്ലല്ലോ. അന്നവും വസ്ത്രവും പാർപ്പിടവും അവന്റെ ബേസിക് നീഡ്സ് ആണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ മൃഗമല്ല, അവന് ആനന്ദിക്കാനുള്ള ഒരു മനസ്സുകൂടിയുണ്ട്. ആ ആനന്ദം ഉത്സവങ്ങളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇത് ഹൈന്ദവ ഉത്സവങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവന്റെ ക്ഷേത്രങ്ങളിൽ വരുന്ന അവന്റെ കൂട്ടായ്മ, അത് വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ തകർക്കുക, ക്ഷേത്രം തകർക്കാൻ നോക്കിയവർക്ക് അത് നടന്നില്ല. ഉത്സവങ്ങളിലൂടെയാണ് അവർ അമ്പലത്തിലേക്ക് എത്തിയത്. ആദ്യം ഭക്തി കൊണ്ടല്ല വന്നത്, സത്യമാണ്. കാരണം അത്രമാത്രം വേദാന്തവും അത്രമാത്രം ആത്മീയമായ ഉണർവും ഒരു സമൂഹത്തിന് ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ഉത്സവത്തിന്റെയൊക്കെ പേരിൽ തന്നെയാണ് അവർ ക്ഷേത്രത്തിൽ എത്തിയത്. അപ്പൊ അതിനെ അവരെ അകറ്റാൻ ആദ്യം ഉത്സവങ്ങൾ ഇല്ലാതാക്കുക. ഇനിയിപ്പോ എന്നാണോ വിളക്ക് കത്തിക്കുന്നത് പരിസ്ഥിതി മലിനീകരണമാണ് എന്ന് പറഞ്ഞ് ദീപാരാധന നിരോധിക്കുക, അല്ലെങ്കിൽ ചുറ്റുവിളക്ക് നിരോധിക്കുക, നമുക്ക് പറയാൻ സാധ്യമല്ല. ദീപാവലി ആയാൽ വിഷു ആയാൽ പടക്കത്തിന് നേരെ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോന്നിനെതിരെ പറയുമ്പോൾ എല്ലാം അവസാനിപ്പിക്കാനുള്ളൊരു പരിശ്രമം അതിന്റെ പുറകിലുണ്ട്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. മൃഗങ്ങളെ പീഡിപ്പിക്കുന്നതിന് നമ്മളാരും എതിരല്ല. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഹൈന്ദവ സമൂഹം തന്നെ തീർച്ചയായും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് വെച്ചുകൊണ്ട് മൊത്തം നിരോധിക്കുന്ന ഒരു സംവിധാനം അത് അവസാനിപ്പിച്ചേ മതിയാകൂ. ഏതായാലും ക്ഷേത്ര ഉത്സവങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും. ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കാൻ, ഉത്സവത്തിന്റെ വൈവിധ്യവും ആഘോഷവും ആനന്ദവും അത് അതേപടി നിലനിർത്താൻ പൂർണ്ണമായും ഹിന്ദു ഐക്യവേദി ആ ക്ഷേത്ര ഭരണസമിതികളുടെ കൂടെ ഉണ്ടായിരിക്കും. അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അവരിപ്പോ തൃപ്പൂണിത്തുറയൊക്കെ പോയി കോടതിയിൽ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം, ആന എങ്ങനെ ഇത് നിർത്തരുന്ന മറ്റേ ഈ സ്കൂൾ അസംബ്ലി പോലും നമുക്ക് ഒരു കയ്യകലം നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നിർത്താൻ അസംബ്ലിക്ക് നിർത്തുകയാണോ ഈ ആനകളെ? അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഉത്സവം നടത്തി എന്നതിന്റെ പേരിൽ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ക്ഷേത്ര ഭരണസമിതിയോ ജയിലിൽ പോകേണ്ട അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അവിടെ തീർച്ചയായും ഹിന്ദു ഐക്യവേദി പ്രതിരോധം തീർത്തിരിക്കും. വളരെ നന്ദി ശ്രീമതി കെ പി ശശീല ടീച്ചർ പ്രതികരിച്ചതിന്.